യാഥാർത്ഥ്യമാണ്. പേടിച്ചില്ലേ? പേടിക്കുകയും വേണം. കാരണം എനിക്കറിയാം നിങ്ങൾ എന്നോട് എന്താ ചെയ്തെന്ന്. നിങ്ങൾ എന്തായി പറയുന്നത് ജാനകി ചേച്ചി? എനിക്കൊന്നും ആണോ? ഞാൻ ഇതുകൊണ്ട് നിന്റെ തലക്കടിക്കും, നീ എന്റെ തലക്കടിച്ചതുപോലെ. അപ്പോഴും നീ ഇതേ നാടകം കളിക്കുമോ ജാനകി ചേച്ചി? എനിക്കൊന്നും അറിയില്ലെന്ന്. ഓനോ, ഇവരുടെ ഓർമ്മ തിരിച്ചു കിട്ടി. അല്ല ജാനകി ചേച്ചി, നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാ. ഇനി മേലെ എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചാലുണ്ടല്ലോ, നിങ്ങളൊക്കെ മോശം ആളുകളാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്തൊക്കെ ക്രൂരകൃത്യങ്ങളാണ് നിങ്ങൾ ചെയ്തതെന്നും നിങ്ങളുടെ തെറ്റ് മറയ്ക്കാൻ വേണ്ടി ആരുടെയും ജീവൻ എടുക്കാൻ മടിക്കില്ലെന്നും. പിന്നെ പറയാറുണ്ടല്ലോ, ദൈവം ആരെ രക്ഷിക്കുന്നോ അവരെ ആർക്കും കൊല്ലാൻ കഴിയില്ല. എന്താ നോക്കുന്നേ? ഇങ്ങനെ കണ്ണുമിഴിച്ചെന്താ നോക്കുന്നേ? ഞാൻ ജീവനോടെ ഉണ്ട്. പിന്നെ ഇതുകൊണ്ടാണ് ജീവനോടെ ഉള്ളത്, ലോകത്തോട് മുഴുവൻ നിങ്ങളുടെ വൃത്തികേടുകൾ വിളിച്ചു പറയാൻ. എടി, നിന്നെ പോലെ നാണം കെട്ട വൃത്തികെട്ട ഒരു സ്ത്രീ ഞാൻ കണ്ടിട്ടേ ഇല്ല. എത്ര നീചമായ കാര്യം ചെയ്യാൻ ജീവൻ എടുക്കാൻ പോലും മടിക്കില്ല നീ. എടി, നിന്നെ പോലുള്ള പെണ്ണുങ്ങൾ സ്ത്രീത്വത്തിന് തന്നെ അപമാനമാണ്, കളങ്കമാണ്. ശരി, പറ നിന്റെ കാമുകൻ എവിടാണെന്ന് പറ. നിന്റെ കാമുകൻ എവിടാണെന്ന് ചെല്ല്. നിന്റെ കാമുകന്റെ അടുത്തേക്ക് കൊണ്ടുപോയെന്നെ. നടക്കും മുമ്പോട്ട്. കിടന്ന് പിടക്കല്ലേ പെണ്ണേ നീ. പാലക്കാടിന്റെ മണ്ണിൽ വളർന്നവളാ ഞാൻ. അതിന്റെ ശൗര്യവുമുണ്ട് എനിക്ക് കൂട്ടിനായി. ആദ്യം നിങ്ങൾ രണ്ടാളും ചേർന്ന് എന്നെ ഇല്ലാതാക്കാൻ നോക്കിയതല്ലേ? പക്ഷെ ഇപ്രാവശ്യം ഞാൻ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടാ വന്നിരിക്കുന്നേ. നടക്ക് മുന്നോട്ട്. ഓ ചെല്ലടി, ചെല്ല്. നടക്കടി അങ്ങോട്ട്. നടക്കാനല്ലേ പറഞ്ഞത്? പോ പോ, ഈ വഴി പോ. പോടി, പോ പോ. വിളിക്ക് നിന്റെ മണ്ണുനെ, വിളിക്ക് നിന്റെ കാമുകനെ. പൃഥ്വി, പൃഥ്വി എണീക്കുന്നില്ല. എന്തായത്? നിനക്ക് വട്ടായോ? ഈ പാതിരാത്രി ഇങ്ങനെ ചവിട്ടി ഉണർത്തി എഴുന്നേപ്പിക്കാൻ ഞാൻ നിന്നോട് എന്താ ചെയ്തത്? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നമ്മുടെ രണ്ടാളുടെയും കാര്യം ആർക്കും അറിയില്ലെന്ന്. പിന്നെ ടെൻഷൻ എന്തിനാ? എന്തു പറ്റി? പൊന്നീച്ച് പറഞ്ഞോ? ഈ അടിയൊന്നും ഒന്നുമല്ല. നിന്നെ ആൾക്കൂട്ടത്തിൽ കൊണ്ടുപോയി തല്ലി കൊല്ലുകയാ വേണ്ടത്. ആളുകൾ നിന്റെ ദേഹത്ത് തുപ്പണം, എന്നിട്ട് കല്ലെടുത്തെറിയണം. നീ അതിനാണ് യോഗ്യൻ. ആളുകൾ അറിയട്ടെ, കലിയുഗത്തിലെ ചെകുത്താൻ ജനിച്ചെന്ന്. നിന്റെ തല മൊട്ടയിടിച്ച് കഴുത പുറത്തിരുത്തി നഗരം മുഴുവൻ നടത്തിക്കണം നിന്നെ. ഈ ശിക്ഷ നിനക്ക് ജാനകി തരും. ജാനകി തരും നിനക്ക് ശിക്ഷ. കേട്ടോടാ, നീ കേട്ടോ? അടുത്ത് വരരുത്. എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ താഴെയിട്. നീ എന്ത് കരുതി? നിന്നെ പോലുള്ള ദുഷ്ടമൃഗങ്ങളെ നേരിടാൻ ഈ പാതിരാത്രി രണ്ട് കൈയും വീശി ഞാനിങ്ങ് പോരുമെന്നോ? അറുത്തുകളയും ഞാൻ. ഇപ്പൊ ഞാൻ നിലവിട്ട് നിൽക്കുകയാണ്. നിന്റെ കരണ തടിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എനിക്കിന്ന് വരെ നിങ്ങളോടല്ലാതെ മറ്റാരോടും ഇത്ര ദേഷ്യം തോന്നിയിട്ടേ ഇല്ല. എടാ ദ്രോഹി, നീ വളരെ ചെറുതാ. പക്ഷെ നിന്റെ ദുഷ്ട മനസ്സ് ചെളിയിലെ പുഴുവിനേക്കാൾ വൃത്തികെട്ടതാടാ. ഞാൻ പറയുന്നത് കേക്ക്. ജസ്റ്റ് calm down.
പ്ലീസ് പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്ക് 1 മിനിറ്റ് തന്നാ മതി. നോക്ക് ആന്റി, എനിക്കറിയാം നിങ്ങൾ വളരെ നല്ല സത്യസന്ധയായ മര്യാദയുള്ള ഒരു സ്ത്രീയാണെന്ന്. ആന്റി, എന്തൊക്കെ സംഭവിച്ചോ അതെല്ലാം ദയവായി മറക്കൂ. ഞാൻ എല്ലാം നിങ്ങളോട് പറയാം. ആക്ച്വലി ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നു. ഞാനും ഷെർലിനും ഒരു സമയം വളരെ വളരെ ഇഷ്ടത്തിലായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ഫീലിങ്സ് മറച്ചു വെക്കാനായില്ല. പക്ഷെ തെറ്റ് ഞങ്ങളുടേതാ. ഞങ്ങൾ അത് മനസ്സിലാക്കണമായിരുന്നു. അന്നത്തെ കാര്യം വേറെ, ഇന്നത്തെ കാര്യം വേറെ എന്ന്. ഞങ്ങൾക്ക് 2 പേർക്കും വേറെ കല്യാണമായി. ഞാൻ എന്റെ കല്യാണം പ്രീതയോടൊപ്പവും ഷെർലിന്റെ കല്യാണം രോഹിത്തിനൊപ്പവും. എപ്പോ ഞങ്ങളുടെ വിവാഹം മറ്റൊരാളായി നിശ്ചയിച്ചോ പിന്നെ ഞങ്ങൾ ഒരിക്കലും കാണാൻ പാടില്ലായിരുന്നു. പിന്നെ ആന്റി, അന്ന് നിങ്ങൾക്ക് നേരെ ഉണ്ടായ സംഭവത്തിൽ ഞങ്ങൾ ഒരുപാട് ഖേദിക്കുന്നു. ആന്റി പ്ലീസ് ഞങ്ങൾക്ക് മാപ്പ് തരൂ. ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി. ആന്റി ട്രസ്റ്റ് മീ, ഞങ്ങൾ പരസ്പരം പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇന്നത്തിന് ശേഷം പരസ്പരം ഇനി സംസാരിക്കില്ലെന്നും പിന്നെ പഴയ പ്രേമവും കാര്യങ്ങളും എല്ലാം മതിയാക്കാമെന്ന് ഞങ്ങളൊന്ന് വിശ്വസിക്കാം. നാടകക്കാരാ, അധികം ആക്ടിങ് വേണ്ട. ബന്ധം അവസാനിപ്പിക്കാൻ പോകുന്നു. രാത്രി ഒന്നിച്ചിറങ്ങിയാണോ ബന്ധം അവസാനിപ്പിക്കുന്നേ? എടാ, ഞാൻ ഇത് കുറെ കണ്ടതാ. നിന്നെ പോലുള്ള കുറെ നാറികളെ ഞാൻ നിങ്ങൾ രണ്ടിനെയും വിടില്ല. എന്താ പറഞ്ഞത്? തെറ്റുപറ്റിയെന്നല്ലേ? എന്റെ തലയിൽ 2ഉം കൂടി അടിച്ചത് അബദ്ധത്തിൽ അടിച്ചെന്നാണോ? ഷെർലിൻ, നീ എന്നെ മനഃപൂർവ്വം തല്ലിയതാ. നിങ്ങളുടെ 2 പേരുടെയും കള്ളത്തിന് ലോകത്തിന് മുമ്പിൽ എത്താതിരിക്കാനായി. പറയടി. എന്താ ഷെർലിൻ, സത്യമല്ലേ? പിന്നെ എനിക്ക് ഈ കാര്യം ഉറപ്പാണ്. സിന്ദൂര ഭാഗ്യകോളിൽ തീ പിടിച്ചതിന് പിന്നിലും നിങ്ങൾ 2 പേരും തന്നെയാണ്. ഇല്ലില്ല, നിങ്ങൾ ഞങ്ങളെ കുറ്റക്കാരാക്കുക. അങ്ങനെയാണോ പണക്കൊടുത്ത് പിടിച്ച നായെ? നിന്നെ പോലൊരു വിഷജന്തുവിന് ജന്മം കൊടുത്തിരുന്നത് ഞാനായിരുന്നുവെങ്കിൽ അവളുടെ കഴുത്തറുത്ത് കൊന്ന് ഈ ലോകത്ത് നിന്ന് ഞാനും ചത്തു തൊലഞ്ഞേനെ. എടി, ഉത്തമയായ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനെയാ. സ്വന്തം ജീവനെ ബലി നൽകിയായാലും അവൾ ബന്ധങ്ങളെ ഏത് വിധേനയും നിലനിർത്താൻ ശ്രമിക്കും. പക്ഷെ നീ രോഹിത്തുമായി വ്യാജബന്ധം വെക്കുന്നു. എന്റെ പ്രീതയെ ഈ പരനാറിയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. 2 പേരുടെ ജീവിതമാണ് നീ ഇല്ലാതാക്കുന്നത്. പ്രീത എന്നെ ആന്റി എന്നാ വിളിക്കുന്നത്. ഞാൻ അവളുടെ അമ്മയെ ചേച്ചി എന്നും. അതായത് പ്രീതയുടെ ഇളയമ്മയുടെ സ്ഥാനമാണ് എനിക്കുള്ളത്. ഞാൻ അവളുടെ അമ്മയാണ്. ഞാൻ ഒരമ്മയുടെ എല്ലാ കടമയും നിർവഹിക്കും. അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പാവ രോഹിത് നീയുമായി ബന്ധം ഉറപ്പിച്ചു. പക്ഷേ നീ ഒരു വിഷപ്പാമ്പിനെ പോലെ പാല് കൊടുത്ത കൈക്ക് നിന്നെ തിരിച്ചു കൊടുക്കുന്നു. ഒന്നും മിണ്ടരുത്. അധികമായി കുറെ സമയം ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. ഇനി ഒരു അക്ഷരം വേണ്ടി നിന്റെ കഴുത്ത് ഞാൻ അറക്കും. ഇനി നീ വാ തുറക്കരുത്. ഞാൻ സംസാരിക്കും. മനസ്സിലായോ? ജാനകി കിളവി, നീ എന്നെ വളരെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. നീ എന്റെ തലയ്ക്ക് തന്ന പ്രഷർ എത്രയെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പൃഥ്വിയുടെ നില തെറ്റിയാലുണ്ടല്ലോ. ഷെർലിൻ ബേബിയോട് ചോദിക്കാൻ എന്റെ ബലം എന്തെന്ന്. എന്താ നീ കരുതിയത്? ഞങ്ങൾ 2 ആളെയും വിരട്ടി ഭീഷണിപ്പെടുത്തിയിട്ട് നീ ഇവിടുന്ന് രക്ഷപ്പെടുമെന്നോ? നീ അങ്ങനെയാണോ കരുതിയത്? റിയലി? ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്ക്. ഈ പൃഥ്വി ജീവിച്ചിരിക്കുന്നത് വരെ അങ്ങനെ നടക്കാൻ അനുവദിക്കില്ല. നീ എന്നെയും എന്റെ ഷെർലിൻ ബേബിയെ തല്ലിയല്ലേ? എന്റെ വീട്ടിൽ കയറിയെന്ന് ഞങ്ങളെ തല്ലി ഭീഷണിപ്പെടുത്തിയല്ലേ? നീ ഞങ്ങളെ വല്ലാണ്ട് ടെൻഷൻ അടുപ്പിച്ചു. ജാനകി കളവി, അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും. അറിയാമോ ഇതിന്റെ ശിക്ഷ എന്താണെന്ന്? നിന്റെ മരണം, നിന്റെ ജീവനെന്ന് ഇഞ്ചിഞ്ചായി എന്നേക്കുമായി ഇല്ലാതാവും. എന്തു പറയാനാടി കിളവി? നീ സ്വന്തമായി തന്നെ യമരാജന്റെ വീട്ടിലെത്തി നിന്നെ കൊല്ലാനുള്ള സാധനങ്ങൾ ഒപ്പം കൊണ്ടുവന്നു. അതോടെ എന്റെ ജോലി പിന്നെ എളുപ്പമായി. ഞാൻ നിന്നെ കൊന്നു കൊല വിളിച്ചിരിക്കും. പക്ഷെ അതിൽ എന്റെ പേരുണ്ടാവില്ല. അതെ പൃഥ്വി, കൊല്ലവളെ. Yes my love, as you say. എന്റെ ചേച്ചി ആ കൈയൊന്ന് എടുക്കുന്ന പ്ലീസ്. ചേച്ചിയുടെ സ്ഥലത്ത് കിടന്ന് ഉറങ്ങിയാ പോരെ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം ആരെങ്കിലും എന്റെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുന്നത്. ഞാൻ അവസാനമായിട്ട് പറയുവാണ്, ചേച്ചി അപ്പുറത്തോട്ട് കിടന്ന് ഉറങ്ങു ചേച്ചി. ചേച്ചി എന്റെ ഉറക്കം കളഞ്ഞെന്ന്. എന്താ ചേച്ചി ഇത്? സൃഷ്ടി, നീ ഉണ്ടല്ലോ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ചേച്ചി
ആ വെള്ളത്തിന്റെ ബോട്ടിലിങ് എടുത്തതാ. എനിക്ക് ദാഹിക്കുന്നു. വേണമെങ്കിൽ എടുത്തോ. ഞാൻ ഈ കിടന്ന് പറയുന്നതിന് ഒരു വാല്യൂ ഇല്ലേ? ഞാൻ പറയുന്ന കേട്ടൂടെ, എനിക്ക് ദാഹിക്കുന്നു, തൊണ്ട വരളുന്നൊക്കെ. എന്നിട്ട് അനിയത്തി ആയതുകൊണ്ട് ലൈറ്റ് ആയിട്ട് എടുക്കല്ലേ? എനിക്ക് ഒരു വിലയും ഇല്ലല്ലേ? ഓക്കെ ഫൈൻ, ഞാൻ തന്നെ എടുത്തോളാം. ഇതെന്ത് കഷ്ടായത്. ഒരു തുള്ളി പോലും എനിക്ക് വേണ്ടി ബാക്കി വെച്ചില്ല. മുഴുവനും അങ്ങ് കുടിച്ചോ? ഒന്ന് നിറച്ചു വെച്ചൂടെ ബോട്ടില്? എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്ന? പോയി വെള്ളം നിറയ്ക്കൂ. നെക്സ്റ്റ് ടൈം തൊട്ട് ബോട്ടിൽ എന്റെ അടുത്ത് ഞാൻ വെക്കുള്ളൂ. എന്നിട്ട് മുഴുവൻ വെള്ളം കുടിക്കും. ഒരു തുള്ളി പോലും ബാക്കി വെക്കില്ല. ചേച്ചിക്ക് ദാഹിക്കുമല്ലോ രാത്രി. അപ്പൊ ഈ കാലി കുപ്പി അങ്ങ് കുടിച്ചാ മതി. വെള്ളം കുടിച്ചോ. ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ. എന്നാ വെച്ചോ. ബേബി, ഇവരുടെ എക്സ്പ്രഷൻസ് ഒന്ന് നോക്കിയേ. കണ്ണില് ഭയം കാണുന്നില്ലേ? ആ പിന്നെ 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 ഇവരുടെ ഭയം കണ്ടിട്ട് എനിക്ക് ഹരം തോന്നുന്നു. എന്റെ ഹൃദയം തണുക്കുന്നു. പക്ഷെ ജാനേക്കളവി, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താന്നോ, ഞാൻ നിന്നെ പതുക്കെ കൊല്ലൂ. അങ്ങനെ 20-25 പ്രാവശ്യം കുത്തും. അപ്പോഴേ നീ മരിക്കൂ. പിന്നെ നീയുണ്ടല്ലോ, മുകളിൽ പോയാൽ സമാധാനത്തോടെ ഇരിക്കണം. മുകളിൽ പോയിട്ട് ആവശ്യമില്ലാതെ മറ്റുള്ളവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഭൂമിയിലുള്ളവരെ വളരെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ടെൻഷൻ തരുന്നു. മനസ്സിലായോ? പിന്നെ ഇതെന്റെ റിക്വസ്റ്റ് അല്ല, വാണിംഗ് ആണ്. ഡു യു ഗെറ്റ് ദാറ്റ്? അല്ലേ തന്നെ ഇവർക്ക് വേദനിച്ചാൽ എന്താ? ഞാൻ ഇവർക്ക് സമ്മാനമൊന്നുമല്ലല്ലോ കൊടുക്കുന്നത്, ശിക്ഷ നൽകുന്നതല്ലേ. അപ്പൊ ഇവർ അലറണം, കരയണം, തുടിക്കണം. അതെല്ലാം തന്നെ വേണം. നിന്നെ ഞാൻ കരയിപ്പിക്കും, വേദനിപ്പിക്കും, വിഷമിപ്പിക്കും, അലറി കരയിക്കും. അതിന്റെ കാതുകളിൽ അലയടിക്കണം. കിളവി. പിന്നെ പിന്നെ എന്റെ ഹൃദയത്തിനും ഇവള് കാരണം എന്റെ ജീവിതം ദുസ്വപ്നമായി മാറി. പിന്നെ ഇവള് എന്നെ ചെകിട്ട് തടിച്ചു. ബേബി, നീ എനിക്ക് പ്രോമിസ് ചെയ്തതല്ലേ, എന്നെ ആരെങ്കിലും ദ്രോഹിച്ച അതിന്റെ 100 ഇരട്ടി നീ അവർക്ക് കൊടുക്കുമെന്ന്. കൊല്ലവളെ. Of course, baby. I promise you, and I am going to fulfill. നീ എങ്ങനെ പറയുന്നോ അങ്ങനെ നടക്കൂ. അവളെ കൊല്ലും, I promise. പക്ഷേ ബേബി, ഇവരെ കൊല്ലുന്നതിന് മുമ്പുണ്ടല്ലോ, നമുക്ക് ചില രഹസ്യങ്ങൾ പറയാം. അല്ലെങ്കിൽ ചത്തിട്ടും ഇവളെന്റെ പിറകെ നടക്കും. എന്നിട്ട് പറയും, എനിക്കറിയണം. ഗുഡ് ഐഡിയ. എനിക്കും ആശ്വാസമാവും. പെർഫെക്റ്റ്. ഇനി ശ്രദ്ധിച്ച് കേൾക്ക്. നിന്റെ ആ പ്രീത ഉണ്ടല്ലോ, അവള് തന്നെ നിന്റെ മോള്. നീ അവളുടെ ചൊറിയമ്മ. ആ പ്രീതയുടെ അടുത്ത് എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ആരാന്നറിയോ? ഷെർലിൻ ബേബി. ജസ്റ്റ് ലുക്ക് അറ്റ് ഹർ. ഇതാണ് ക്ലാസ്. പിന്നെ നിന്റെ പ്രീത വെറും ഒരു പാട്ടിക്കാട്ടുകാരി. ഒരു കമ്പാരിസണും ഇല്ല ആ പ്രീത എന്റെ ബേബിയും തമ്മിൽ. ഗെറ്റ് ദാറ്റ്? പിന്നെ ഞാൻ എന്റെ പൃഥ്വി ബേബിയോട് വളരെ റിക്വസ്റ്റ് ചെയ്തു, നിന്റെ ആ ബോറിംഗ് പ്രീതയെ ഒന്ന് കല്യാണം കഴിക്കാൻ. എന്നാലേ ഞങ്ങൾക്ക് രോഹിത്തിനെ പ്രീതയെ മാറ്റി നിർത്താൻ പറ്റൂ. അതെന്താന്നോ, ആ രോഹിത് നമ്പ്യാറുണ്ടല്ലോ, പ്രീതയെ ഭയങ്കരമായിട്ട് പ്രണയിക്കുന്നു. അതെ, അവരുടെ ഫീലിങ്ങിനെ ഫ്രണ്ട്ഷിപ്പ് എന്നാ വിളിക്കുന്നേ. പക്ഷേ സംഗതി വേറെയാ. നിങ്ങളുടെ ആ ബ്രോക്കർ ഉണ്ടല്ലോ, അയാൾക്ക് പൃഥ്വിയുടെ ഫോട്ടോ കൊടുത്തു. കാരണം എനിക്കറിയായിരുന്നു സരള പൃഥ്വിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും കണ്ട് അവന് ഒരിക്കലും നിരാകരിക്കില്ലെന്ന്. അങ്ങനെ തന്നെയാ വന്നത് ബേബി. അതെ, ഞങ്ങളുടെ പ്ലാൻ കറക്റ്റായി പോവുകയും ചെയ്തു. ഞാൻ രോഹിത്തിനൊപ്പം, പൃഥ്വി പ്രീതയ്ക്കൊപ്പം. നിന്നെ എനിക്കിപ്പോ നല്ലപോലെ മനസ്സിലായി. പ്രീതി എങ്ങനെ ഈ വഴി വന്നു. നീ രോഹിത്തിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ചെറ്റ് നിന്റെ കൂടെ ഉള്ളത് കൊണ്ടാണെന്നും. ദാ ഇങ്ങോട്ട് നോക്ക. നിങ്ങൾ നമ്പ്യാർ കുടുംബത്തിലുള്ളതായിരുന്നെങ്കിൽ ഞാനൊരു കഥ പറഞ്ഞു തരായിരുന്നു, അതും BGM-ഓടെ. അപ്പൊ എല്ലാം മനസ്സിലായിക്കോളും. പക്ഷെ എന്ത് ചെയ്യാൻ, നീ ഒരു വേലക്കാരിയല്ലേ, അതും പ്രീതയുടെ കുടുംബത്തിലെ. നിനക്ക് വേണ്ടി കളയാൻ എന്റെ അടുത്ത് സമയമില്ല.
പക്ഷെ നിന്നോട് എനിക്ക് ഒരു കാര്യം പറയാൻ കഴിയും. ഇനി പ്രീതയ്ക്ക് എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. കാരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല നിന്റെ ആത്മാവ് മരണത്തിന് ശേഷം അലഞ്ഞു നടക്കുന്നത്. അല്ലേ, നിന്റെ ആത്മാവിന് ശാന്തി കിട്ടും. അതുകൊണ്ട് ഞാൻ നിന്നോട് എല്ലാം പറയാൻ പോവാ. പൃഥ്വി പ്രീതയെ കല്യാണം കഴിച്ചാലുണ്ടല്ലോ, ഇവൻ അവളുടെ ജീവിതം നരക തുല്യമാക്കും. പിന്നെ ബേബി, ആ സൃഷ്ടിയുടെ എന്താണെന്നറിയോ? എന്താ? ആ പെണ്ണ് വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്നു. എനിക്കെതിരായിട്ട് ഒരുപാട് സംസാരിക്കുന്നു, എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. നിനക്കറിയാലോ എന്നെ. ആരെങ്കിലും എന്നെ എതിർത്താൽ ഞാൻ അവരെ നോട്ടമിടും. ഞാൻ നോട്ടമിട്ട് കഴിഞ്ഞ പിന്നെ അവരുടെ അവസ്ഥയുണ്ടല്ലോ. ഇതുപോലെ യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ആ സൃഷ്ടിയെ ഞാൻ നശിപ്പിച്ചിരിക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. പിന്നെ അവിടുത്തെ അമ്മയുണ്ടല്ലോ, നീ മുത്തശ്ശിന്ന് വിളിക്കുന്ന അവരെ ഞാൻ വേലക്കാരിയാക്കും. പിന്നെ നിന്റെ സരളയുണ്ടല്ലോ, അവരെ ഞാൻ എന്റെ കാൽ ചുവട്ടിലാക്കും. അവരെ എന്റെ പുറകെ നടക്കും, മാഡം മാഡം എന്ന് വിളിച്ച്. ഓ എന്തു പറ്റി? ബേബി, നീ ഇവരോട് ഇപ്പൊ തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോ ഇനി ഇവരെ കൊന്നു കളയണം. നമുക്ക് ഇവരെ കൊന്നാലോ? കൊന്നോ? പക്കാ? ഉറപ്പാ ബേബി, കൊന്നേക്ക്. പിടിക്കവളെ ദേവി, ജാനകി! ഈ കഥ ആരാ തുറന്നത്? ഈ ആൾക്കാരൊക്കെ എത്ര പറഞ്ഞാലും കേക്കില്ല. എങ്ങനെ മനസ്സിലാക്കാനാ? അടച്ചു. ഒരു മിനിറ്റ്. രാത്രി അവസാനം ആരാ അകത്ത് വന്നത്? ജാനകി എന്റെ അകത്ത് കൊണ്ടുവന്നു. സമീർ പുറത്തേക്ക് പോയി, ഞാൻ പുറകെ പോയി. പിന്നെ ചേച്ചി സമീറിന്റെ മൊബൈലും കൊണ്ട് പുറത്തു വന്നു. പിന്നെ ചേച്ചി ഞാനാണ് ലാസ്റ്റ് വന്നത്. എന്നിട്ട് ഞാൻ എന്റെ കൈ കൊണ്ടല്ലേ ഡോർ അടച്ചത്. പിന്നെ ഇതാരെ? കള്ളൻ. ഇനി വല്ല കള്ളനും അകത്ത് കയറി കാണോ? കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ ആയിരുന്നു. ഇനി എങ്ങാനും അതുപോലെ? ജാനകി ആന്റി, ഈ റൂമിലെങ്ങും ഇല്ലല്ലോ. ഇതിപ്പോ എവിടെയാ? ജാനകി ആന്റി, അമ്മേ ഒന്ന് വേഗം പുറത്തേക്ക് വരുമോ? ജാനകി ആന്റി, എന്റെ അമ്മ ഒന്ന് പുറത്തിറങ്ങി വരാൻ. ചേച്ചി! സൃഷ്ടി, എന്താ ഈ ചെയ്യുന്നേ? എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ? നിനക്കറിയാലോ മുത്തശ്ശി മരുന്ന് കഴിച്ച് ഉറങ്ങാണ്. എണീറ്റ പിന്നെ ഉറങ്ങാൻ കഴിയില്ല. അമ്മയുടെ ആരോഗ്യം ചേച്ചി, ജാനകി എന്റെ വീട്ടിലില്ല. അറിയില്ല എവിടെയാ പോയതെന്ന്. ഞാനാണെങ്കിൽ വെള്ളം കുടിക്കാൻ വന്നതാ. നോക്കിയപ്പോ കഥക്ക് തുറന്നു കിടക്കുന്നു. ഞാൻ തന്നെ ഡോർ ലോക്ക് ചെയ്തത്. പിന്നെ അറിയില്ല എങ്ങനെയാ. മോളെ, അവൾ എവിടെയും പോയിട്ടുണ്ടാവില്ല. മരുന്ന് കഴിച്ചപ്പോ വെപ്രാളം തോന്നി അവള് ടെറസിലേക്ക് അങ്ങനെ പോയി കാണും. ടെറസിൽ എന്തിനാ ഈ രാത്രി പോകുന്നത്? എനിക്ക് ഉറപ്പാ ടെറസിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ കഥ കടച്ചിട്ടല്ലേ ആന്റി പോവുള്ളൂ. ഞാൻ പറയുന്നത് കേക്കമ്മ. ജാനകി ആന്റി എവിടെയും കാണുന്നില്ല. ഐ ആം ടെല്ലിങ് യു ചേച്ചി, എന്തോ കുഴപ്പമുണ്ട്. എടി കളവി! ഈ വീട്ടിൽ എന്താ നടക്കുന്നത്? ചിലപ്പോ കോളിംബിലിന്റെ ശബ്ദം, ചിലപ്പോ എന്തോ വീഴുന്ന ശബ്ദം. എനിക്ക് നല്ല ഉറപ്പുണ്ട്, തീർച്ചയായും വീടിനുള്ളിൽ ആരോ കടന്നിട്ടുണ്ട്. എടി പൊന്നക്കിളവി!
വിടില്ലടി ഞാൻ. മിണ്ടരുത്. മിണ്ടി പോരുത്. കൊന്നു കളഞ്ഞാ. മിണ്ടരുതല്ലേ പറഞ്ഞത്. പോയടക്ക്. മിണ്ടരുത്. മിണ്ടായിരിക്കും. കൊല്ലു ഞാൻ. പറഞ്ഞേക്കോ. പൃഥ്വി അമ്മ. പൃഥ്വി